നമസ്കാരം. ഇലക്ട്രൽ ബോണ്ടിൽ നിയമ പോരാട്ടം തുടരും. തിരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ അവ്യക്തത മാറാത്ത സാഹചര്യത്തിലാണ് ഇത്. ബോണ്ട് വിവരങ്ങൾ ഡീകോഡ് ചെയ്ത് നൽകണമെന്ന് SBIക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാകും ഇനിയുള്ള നിയമ പോരാട്ടം. ഈ ആവശ്യം സുപ്രീം കോടതിയിലെത്തിയാൽ തരംതിരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന വാദം SBI ആവർത്തിക്കുമെന്നും സൂചനയുണ്ട്. SBI നൽകിയ വിവരങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഒന്നാം ഭാഗത്തിൽ ബോണ്ട് വാങ്ങിയവരുടെയും രണ്ടാം ഭാഗത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവരങ്ങളാണുള്ളത്. അദാനി, റിലയൻസ് കമ്പനികളുടെ പേര് ലിസ്റ്റിലില്ല. ITC, എയർടെൽ, സൺഫാർമ, ഇൻഡിഗോ, MRF, വേദാന്ത, മുത്തൂറ്റ് ഫിനാൻസ്, അംബുജ സിമന്റ്സ്, നവയുഗ തുടങ്ങിയ കമ്പനികളുടെ പേരുകൾ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിലുണ്ട്. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി BJP ആണ്. എന്നാൽ എല്ലാ വമ്പൻ കമ്പനികളും വ്യക്തികളിലൂടെ ബോണ്ട് വാങ്ങാൻ സാധ്യതയുണ്ട്. കമ്പനികൾക്ക് പുറമെ ഒട്ടേറെ വ്യക്തികളും ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഈ വ്യക്തികൾ ആരെല്ലാമാണെന്നും ആർക്കു വേണ്ടിയാണ് വാങ്ങിയതെന്നും അറിയാനും ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും. കമ്പനികളിൽ പലതും സ്വന്തം പേരിലായിരിക്കില്ല ബോണ്ട് വാങ്ങിയതെന്നും അതുകൊണ്ട് തന്നെ പേര് വിവരങ്ങൾ അറിഞ്ഞാൽ പോലും ഇക്കാര്യം കണ്ടെത്തുക പ്രയാസമാകുമെന്നും വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിയമ പോരാട്ടം അനിവാര്യമാകുന്നത്. നിരവധി ഖനി കമ്പനികളും രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ടിലൂടെ സംഭാവന നൽകി. സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് 1000 കോടിയിലധികം രൂപയുടെ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകി. ഡോക്ടർ റെഡ്ഡീസ് തുടങ്ങിയ ഫാർമ കമ്പനികളും ബോണ്ടുകൾ വാങ്ങി സംഭാവന നൽകിയിട്ടുണ്ട്. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് 980 കോടിയുടെ ബോണ്ടുകൾ വാങ്ങി. സാന്റിയാഗോ മാർട്ടിന്റെ ഈ കമ്പനിക്കെതിരെ ED നടപടിയുണ്ടായിരുന്നു. മേഘ എഞ്ചിനീയറിംഗിന്റെ എതിരെ ആദായ നികുതി വകുപ്പ് നടപടിയുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയ കമ്പനികളിൽ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയാണ് മുന്നിൽ. വെള്ളിയാഴ്ച വൈകിട്ട് 5-നകം ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശമെങ്കിലും വ്യാഴാഴ്ച വൈകിട്ടോടെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വെബ്സൈറ്റിൽ പുറത്തുവിട്ടു. SBI 2 ഭാഗങ്ങളായി നൽകിയ വിവരങ്ങൾ അതേപടിയാണ് നൽകിയിരിക്കുന്നത്. ഒരു പട്ടികയിൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങളും മറ്റൊരു പട്ടികയിൽ ബോണ്ട് പണമാക്കിയ പാർട്ടികളുടെ വിവരങ്ങളുമുണ്ട്. ബോണ്ട് വാങ്ങിയവരുടെ പട്ടിക 337 പേജും ബോണ്ട് സ്വീകരിച്ച പാർട്ടികളുടെ പട്ടിക 426 പേജുമുണ്ട്. 22,217 ബോണ്ടുകളുടെ വിവരങ്ങളും അതിൽ 22,030 ബോണ്ട് പണമാക്കിയ രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങളും നൽകിയിട്ടുണ്ടെന്ന് SBI ബുധനാഴ്ച സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. കോടതി ഉത്തരവ് പ്രകാരം ചൊവ്വാഴ്ചയാണ് SBI തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബോണ്ട് വിവരങ്ങൾ കൈമാറിയത്. മോദി സർക്കാർ കൊണ്ടുവന്ന ബോണ്ട് പദ്ധതി ഫെബ്രുവരി 15-നായിരുന്നു സുപ്രീം കോടതി റദ്ദാക്കിയത്. വിവരങ്ങൾ സംയോജിപ്പിക്കാൻ സമയം തേടി SBI നൽകിയ ഹർജി തള്ളിയ കോടതി ഇവ അതേപടി നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. ED അന്വേഷണം നേരിടുന്ന സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് 1368 കോടിയുടെയും മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് 980 കോടിയുടെയും ബോണ്ടുകൾ വാങ്ങിയതായി രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നു. ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് 410 കോടിയോളം രൂപയുടെ സംഭാവന തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി നൽകി. SBI നൽകിയ വിവരങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഒന്നാം ഭാഗത്തിൽ ബോണ്ട് വാങ്ങിയവരുടെയും രണ്ടാം ഭാഗത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവരങ്ങളാണുള്ളത്. അദാനി, റിലയൻസ് കമ്പനികളുടെ പേര് ലിസ്റ്റിലില്ല.